ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി ആണ് കോൺഗ്രസിനെ ഇല്ലാതാക്കിയത്. കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ ഡൽഹിയിലെ ഭരണം അവസാനിപ്പിച്ചത് ആം ആദ്മി പാർട്ടിയാണ്. ആ വൈരം അവിടെയുണ്ട്. അവിടെ ആം ആദ്മി പാർട്ടിയുമായി ബന്ധപ്പെട്ട് തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യുദ്ധം സുനിൽ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അവിടെ ആം ആദ്മി പാർട്ടിക്കെതിരെ കോൺഗ്രസ് നിന്നല്ലോ എന്നൊരു വാദമാണ് മുഖ്യമന്ത്രി ആവർത്തിച്ച് വാർത്താ സമ്മേളനത്തിൽ പറയുന്നത്. അത് ഇതിനൊരു മറുപടിയല്ല. യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് CPM-ൽ നിന്നും പ്രധാനപ്പെട്ട പല നേതാക്കളും രാഷ്ട്രീയ മറുപടിയല്ല, അത് ഡൽഹിയുമായി ബന്ധപ്പെട്ടല്ല. കേരളത്തിലെ ചോദിക്കുമ്പോൾ കേരളത്തിൽ പറയണം. കാരണം കേരളത്തിന് പുറത്തേക്ക് പോയാൽ സുനിൽ, കേരളത്തിൽ പോലെ പേര് പോയിട്ടുണ്ട്. പലയിടത്തും കോൺഗ്രസ് ഇല്ലാതായത് BJP-യിലേക്ക് പോയിട്ടാണ് എന്നുള്ള കാര്യം നഗ്നമായ സത്യമാണ്. നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മൾ കേരളത്തിലെ സാഹചര്യത്തിലേക്കാണ് വരുന്നത്. കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ചോദ്യമാണല്ലോ. നമുക്ക് ഇപ്പോൾ CPM-ൽ നിന്നും പ്രധാനപ്പെട്ട പല നേതാക്കളും ഇപ്പോൾ പാർട്ടി വിട്ടുപോയിരിക്കുന്നു. നമുക്കറിയാം, G. സുധാകരൻ പോയി, ഐഷ പോറ്റി പോയി, കുഞ്ഞികൃഷ്ണനെ വലിയ നേതാവായി കാണുന്നില്ല എങ്കിൽ പോലും ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു, അദ്ദേഹം പോയി, TK ഗോവിന്ദൻ പോയി. ഇവരൊക്കെ തന്നെ മത്സരിക്കുകയാണ്. ഇപ്പോൾ പറയുന്ന സുരേഷിനെ അത്ര വലിയ ആളായിട്ടൊന്നും നിങ്ങൾ കാണുന്നില്ലെങ്കിലും BS-ന്റെ PA ആയിരുന്നല്ലോ. അപ്പോൾ ആ രൂപത്തിൽ ഒരു ചർച്ചയാകുന്നുണ്ട്. പാർട്ടിയിൽ നിന്നും പ്രധാനപ്പെട്ട ആളുകൾ പോയിരുന്നു. BJP-യിലേക്ക്, CP-യിൽ നിന്നും, കോൺഗ്രസിൽ നിന്ന് BS അനൂപ്, RS അരുൺരാജ്, ഞാൻ പറയുന്ന പ്രധാന കയ്യിലും കണക്കുണ്ട്. പറയണ്ട, എന്റെ കയ്യിലും കണക്കുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കൾ എന്നാണ് ഞാൻ പറഞ്ഞത്. പ്രധാനപ്പെട്ട നേതാക്കൾ, അതിൽ അവരുന്നയിച്ച വിഷയങ്ങളും പ്രധാനപ്പെട്ടതാണ്. രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ചു എന്നടക്കമുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി വന്നിട്ടില്ല. അതൊക്കെ ആ മണ്ഡലങ്ങളിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നറിയില്ല. ഈ സാഹചര്യങ്ങളൊക്കെ വരുന്ന ഘട്ടത്തിൽ അതിനൊന്നും മറുപടി പറയുന്നില്ല. അതേസമയം സ്ഥാനാർത്ഥികളെ അപമാനിക്കുന്ന രൂപത്തിലുള്ള വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു.